ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. സോറി, ഇടയിലിടയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത് റീഡിങ്. ഓക്കെ, ബട്ട് ഇനി ഞാൻ ശ്രമിക്കാം മാക്സിമം. ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് ആദ്യം എടുക്കാം. ഓക്കെ, ഓഗസ്റ്റിലേക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാണ്. അത് ഞാൻ ഇടാം, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത് നോക്കാം. 9 of Swords, King of Swords, 4 of Cups, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതിൽ കുറേയൊക്കെ നമ്മൾ ഈ 9 of Swords എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണെന്ന് പറയും. അതായത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. ഓക്കെ, ശരിക്കും അതായത് ഉണ്ട്, ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ പറയില്ലേ, മനസ്സിൽ നമ്മളിട്ടിങ്ങനെ പെരുകി പെരുകി അതിങ്ങനെ കൂടി വരികയാണ്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്ര പ്രശ്നം ഇല്ല എന്നാണ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾ കുറേ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ് എന്നാണ്. യെസ്, പ്രോബ്ലം ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ഉണ്ട്, ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഇവിടെ അതങ്ങനെ അത്രയ്ക്ക് അങ്ങനെ വലിയ എന്താ പറയുക, ഒരു ഇത് ഒരു പേഴ്സണുമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരേജിലായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ മേ ബി ആരെങ്കിലും ഫാമിലിയിൽ ഏത് മെമ്പറും ആവാം, ആരും ആവാം. ഓക്കെ, എന്തെങ്കിലും പാരൻസുമായിട്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട്, അങ്ങനെ ചെറിയ, അല്ലെങ്കിൽ ഈവൻ ഓഫീസിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കായിരിക്കാം. ഒരു ടെൻഷൻ കാണുന്നുണ്ട് എനിക്ക്, ആരോ ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും എന്താ പറയുക, ഒരു കോംപ്രമൈസിന് തയ്യാറല്ലാത്തൊരു രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, രണ്ടുപേരും അവനവൻ്റെ ഭാഗമാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് കറക്റ്റ് എന്ന രീതിക്ക് നിൽക്കുന്ന പോലെയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാർ, കാരണം ഒരേ ക്യാരക്ടറാണ് കാണുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, രണ്ടുപേരും ഒരേ ക്യാരക്ടർ, ഒരേ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ജെൻഡർ ആവാം, അല്ലെങ്കിൽ സെയിം മീൻസ് നിങ്ങളിപ്പോൾ ഒരു മാൻ ആണെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ വേറൊരു ലേഡിയുമായിട്ടായിരിക്കാം, എങ്ങനെയോ ആവാം കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് 2 പേര് എന്നേ പറയുന്നുള്ളൂ ഞാൻ, ആരും ആവാം. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു തരം രണ്ടുപേരും എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ എനിക്ക് കാണുന്നത് മെയിൻലി. അത് പക്ഷേ അഗെയിൻ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, രണ്ടുപേരുടെ ഭാഗത്തും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് കാണാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആയിരിക്കാം. കുറച്ച് പേർക്ക് ഫാമിലി അല്ലെങ്കിൽ ബിസിനസ്, ജോലി സ്ഥലം എവിടെയാവാം. അഗെയിൻ ഓക്കെ, പാർട്ട്ണർഷിപ്സ്. ഓക്കെ, നിങ്ങൾ ബിസിനസ്സിൻ്റെ പാർട്ട്ണർ അവരുമായിട്ടായിരിക്കാം. ഓക്കെ, ഓഫീസിൽ നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗ് ആവാം. ഞാൻ ജസ്റ്റ് എല്ലാ സിനാരിയോവും പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Cups ഉണ്ട്. സോ മേ ബി ഒരാൾ കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളാവാം, അല്ലെങ്കിൽ മറ്റേ പേഴ്സൺ ആവാം, ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ മറ്റേ പേഴ്സൺ ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, ഒരാൾ ശ്രമിക്കുന്നുണ്ട്, മറ്റേ ആൾ അതിന് പക്ഷെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന രീതിക്കാണ് എനിക്കിവിടെ കാണുന്നത്. ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. ഓക്കെ, യെസ്, ന്യായം. ഐ തിങ്ക് ഇതിവിടെ ശരിക്കും കാണുന്നുണ്ട്. യെസ്, അതെ, കോൺഫ്ലിക്റ്റ്. ഓക്കെ 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 സെയിം ഞാൻ വിചാരിച്ചു. അതേ ഇങ്ങനെ ആ സ്റ്റോറി ലൈൻ ഇങ്ങനെ കാണുന്ന പോലെയുണ്ട്. നിങ്ങൾ എന്താ പറയുക, ന്യായം കിട്ടിയേ പറ്റൂ എനിക്ക് എന്ന് പറയില്ലേ, അത് നിങ്ങളായിരിക്കാം, മറ്റേ പേഴ്സൺ ആയിരിക്കാം കേട്ടോ, 2 പേരിൽ ഒരാൾ. ഓക്കെ, അങ്ങനെ ന്യായം എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി അതൊരു വലിയ സീരിയസ് ഇഷ്യൂ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ ഇവിടെ ശരിയാവുന്നതേ ഉള്ളൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ ഒരാൾ യെസ് ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റേ ആൾ അത് കാണാൻ തയ്യാറല്ല എന്ന രീതിക്കാണ്. അപ്പം നിങ്ങളായിരിക്കും അങ്ങോട്ട് ഓഫർ കൊടുക്കുന്നത്, അതായത് സാരില്ല, സോറി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കാം. ബട്ട് ഒരാൾ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേറൊരാൾ അതിനെ ഒട്ടും കോംപ്രമൈസിലേക്ക് ആഗ്രഹിക്കാത്ത പോലെയാണ്. ബട്ട് ഇവിടെ ന്യായം വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു സിനാരിയോ വന്നതെന്ന് അറിയില്ല, എത്ര പേർക്ക് മാച്ച് ആവുമെന്നും അറിയില്ല. ഇത് റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ആരോട് വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, വേറൊരു തരത്തിൽ കൂടി ഞാൻ ജനറൽ കൂടി ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പക്ഷെ ഇതിൻ്റെ ഓക്കെ എന്തെങ്കിലും ഒരു അഡ്വൈസ്, മൂൺ കാർഡ്. ഓക്കെ, ഇല്യൂഷൻസ്. ഓക്കെ,
സെയിം തിങ്, വീണ്ടും വീണ്ടും. ഓക്കെ, യെസ്, ഇവിടെ ഒരു ബാലൻസ് വരും. ഓക്കെ, കോംപ്രമൈസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കോംപ്രമൈസ് വരും. ഓക്കെ, ഇവിടെ കുറച്ച് ക്ലാരിറ്റി വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറച്ച് മൂഡ് എനർജി ഒന്ന് എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇമോഷണൽ ആയിരിക്കാം, രണ്ടുപേരും ഈഗോ ക്ലാഷസ് ആയിരിക്കാം, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ എന്ന രീതിക്ക് എല്ലാം കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. പക്ഷെ ഒരു ഓഫർ, ഓക്കെ, നിങ്ങളാണ് ആരോടെങ്കിലും ആ ഒരു ഇപ്പോൾ ഒരു നിങ്ങൾക്കാണ് ദേഷ്യം, ഒരാൾ സോറി പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ സ്വീകരിക്കാൻ തയ്യാറാവുക, ആരായാലും ശരി. ഓക്കെ, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഒരു മാറ്റം വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ കാരണം ഇവിടെ ജെനുവിൻ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു റിലേഷൻഷിപ്പോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ആവും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കോംപ്രമൈസ് വരും. ഓക്കെ, ഇത് പ്രശ്നങ്ങളൊക്കെ മാറി വരും, ന്യായം നടക്കും എന്ന രീതിയിലാണ് ഇതിൽ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യായത്തിന് വേണ്ടി ചില സമയത്ത് അതങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു കോട്ട് പറയില്ലേ, എന്തെങ്കിലും വഴക്കോ തർക്കമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ കാര്യത്തിനെ വിട്ടുകളയുക എന്ന് പറയും, ആ പ്രശ്നത്തിനെ വിട്ടുകളയുക. ഓക്കെ, അല്ല നിങ്ങൾക്ക് പ്രശ്നമാണ് വലുത്, നിങ്ങളുടെ ഈഗോ ആണ് വലുത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകളയുക. ഓക്കെ, അതാണ്. സോ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താ, നിങ്ങളാണ് ഇവിടെ സ്വീകരിക്കാത്ത എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ മറ്റേ വ്യക്തി നിങ്ങളോടൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താ വേണ്ടതെന്ന്. അതേപോലെ മറ്റേ വ്യക്തി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അത് നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കില്ല. സോ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അത് നിങ്ങൾ ശരി ഓഫർ ചെയ്തു, നിങ്ങൾ സോറി പറഞ്ഞു, അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കും. ബട്ട് വരും, കോംപ്രമൈസ് വരും, അവർ മനസ്സിലാക്കും. നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ സിറ്റുവേഷൻ മോശമായിട്ടുണ്ടെങ്കിലും അത് സോൾവ് ആവും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ റിലേഷൻ പോലെ ആയതുകൊണ്ട് ജനറലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അഗൈൻ ഇതിവിടെ വലിയ പക്ഷെ എനിക്കിവിടെ കൂടുതലും എനിക്കിന്ന് വേറൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ഫൈറ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാം ഇത് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് സ്ട്രെസ് അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ബട്ട് എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും അത് സോൾവ് ആയി വരും എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം, വേറെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. ഇല്ല, ഇതിലെനിക്ക് വേറെ സിനാരിയോ ഒന്നും എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നില്ല, സോറി. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി എടുത്തേക്കാം. ഞാൻ ഇതാണ് വെച്ചത്, ഇതിൽ കുറച്ച് വേർഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും തരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ചെണ്ണം മതി. എന്നിട്ട് തന്നെ കുറേ, ഇത് വേഗം കുറേ എണ്ണം വരും. ഓക്കെ, ഇവിടെ ഫെയ്ത്ത് ഉണ്ട്. ഓക്കെ, ട്രസ്റ്റ്, ഫെയ്ത്ത്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക എന്ന രീതിക്കായിരിക്കാം. കമ്പാഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരല്പം കോംപ്രമൈസിന് തയ്യാറാവാം. ഓക്കെ, ഒരല്പം ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യുമ്പോൾ ഒരല്പം മറ്റേ പേഴ്സണിനെ കൂടെ നിങ്ങളായാലും മനസ്സിലാക്കി, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റേ ആളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾ മാറി, നിങ്ങൾ സ്വയം അവനവനോട് ഇത്തിരി ഒരു ദയ കാണിക്കുക. ഓക്കെ, നിങ്ങൾ അവർ ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഫെയ്ത്ത് വെക്കാൻ പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റ് വെക്കാം, ഇത് ബെറ്റർ ആവും എന്ന രീതി. സറണ്ടർ, ഓക്കെ, സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഒരല്പം വിട്ടുവീഴ്ച എന്ന് മാത്രമല്ല, ശരിക്കും സറണ്ടർ ടു ദ യൂണിവേഴ്സ്. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾ അതിന് ഒരുപാട് ജസ്റ്റിസ് അല്ലെങ്കിൽ എനിക്ക് ന്യായം കിട്ടണം എന്ന് വിചാരിച്ച് ഇനി കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കൂ എന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി വിട്ടുകൊടുക്കൂ. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വ്യക്തി അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നതാണെങ്കിൽ നിങ്ങളത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഓക്കെ, ഇനി എന്ത് തന്നെ ആയാലും ശരി, യൂണിവേഴ്സ് നിങ്ങൾ ദൈവമേ ഭഗവാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാം. ഓക്കെ, എന്തൂസിയാസം കാണുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മളിപ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ വീണ്ടും ഒരു അടുപ്പം വരുന്നതായിട്ടും അതൊക്കെയാണ് കാണുന്നത്. ഓക്കെ, സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ച് ചിന്തിക്കാനുണ്ട് എന്ന രീതിക്കായിരിക്കും. അതായത് മനസ്സിലാക്കാനുണ്ടാവും ചില കാര്യങ്ങൾ. ഓക്കെ, എന്ന് വെച്ചാൽ അതിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങളത് ഓർത്തോർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട, പക്ഷെ ആലോചിച്ച് മനസ്സിലാക്കി കാര്യത്തിനെ വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. ബ്യൂട്ടി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ എന്തോ ബ്യൂട്ടിയുടെ കാര്യം, മേ ബി നിങ്ങൾ അവനവനെ കെയർ ചെയ്യുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വളരെ മനോഹരമായിട്ട് ആക്ച്വലി ഇവിടെ റെയിൻബോ ഉണ്ട്. സോ മേ ബി നിങ്ങൾ എന്താ പറയുക, നല്ലൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുമെന്നായിരിക്കും. പീസ്, സമാധാനം ആയിട്ട് മുന്നോട്ട് വരും. യെസ്, കോംപ്രമൈസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോംപ്രമൈസ് വരും നിങ്ങൾ തമ്മിൽ. ഓക്കെ, സോ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. ഒരല്പം വിട്ടുവീഴ്ച നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യം കാണിക്കാം, മറ്റേ പേഴ്സൺ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, എന്തായാലും ഓക്കെ ആവും എന്നാണ്.
ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.